എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും ഒന്നാം വർഷ സുവോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ എന്ന അധ്യായത്തിലെ കോൺസെപ്റ്റ്സ് ആണ് കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹ്യൂമൻ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന കുറച്ച് പ്രധാനപ്പെട്ട ഗ്രന്ഥികളെക്കുറിച്ചും അവ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെക്കുറിച്ചും അവ നമ്മുടെ ശരീരത്തിൽ നിർവഹിക്കുന്ന ധർമ്മങ്ങളെക്കുറിച്ചും വിശദമായി കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം ചർച്ച ചെയ്തു. ഇനി അവശേഷിക്കുന്ന കുറച്ച് ഗ്രന്ഥികളെ കൂടി നമുക്ക് പരിചയപ്പെടാനുണ്ട്. സോ ലെറ്റ്സ് ബിഗിൻ വിത്ത് ടെസ്റ്റസ്. ഇൻ മെയിൽസ് a pair of testes is present in the scrotal sac outside the abdomen. Testis performs dual functions. That is, testis functions as primary sex organ in male and it acts as an endocrine gland. പുരുഷന്മാരിൽ ഉദരാശയത്തിന് പുറത്ത് വൃഷണസഞ്ചിയിൽ ഒരു ജോഡി വൃഷണങ്ങൾ സ്ഥിതി ചെയ്യുന്നു. വൃഷണങ്ങൾ 2 ധർമ്മങ്ങളാണ് നിർവഹിക്കുന്നത്. ഒന്ന്, പുരുഷനിലെ പ്രാഥമിക ലൈംഗിക അവയവമായി പ്രവർത്തിക്കുന്നത് വൃഷണങ്ങളാണ്. അതേസമയം തന്നെ ഇവ അന്തസ്രാവി ഗ്രന്ഥിയായും പ്രവർത്തിക്കുന്നു. ടെസ്റ്റസ് ഈസ് കമ്പോസ്ഡ് ഓഫ് സെമിനിഫറസ് ട്യൂബ്യൂൾസ് ആൻഡ് സ്ട്രോമൽ ഓർ ഇൻറ്റർസ്റ്റീഷ്യൽ ടിഷ്യൂ. The Leydig cells or interstitial cells which are present in between the seminiferous tubules produce a group of hormones called androgens, mainly testosterone. ടെസ്റ്റസിൻ്റെ ഘടന പരിശോധിക്കുകയാണെങ്കിൽ ഓരോ ടെസ്റ്റസിനുള്ളിലും ഏതാണ്ട് 250 കമ്പാർട്ട്മെൻറ്റ്സ് കാണും. ഈ ഓരോ കമ്പാർട്ട്മെൻറ്റിനെയും ടെസ്റ്റിക്കുലാർ ലോബ്യൂൾ എന്നാണ് പറയുന്നത്. ഓരോ ടെസ്റ്റിക്കുലാർ ലോബ്യൂളിനുള്ളിലും 1 മുതൽ 3 വരെ ഹൈലി കോയിൽഡ് ട്യൂബ്യൂൾസ് കാണും. ദീസ് ട്യൂബ്യൂൾസ് ആർ കോൾഡ് സെമിനിഫറസ് ട്യൂബ്യൂൾസ്. സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ ഉൾവശത്ത് സവിശേഷമായ 2 തരം കോശങ്ങളുണ്ട്. കൂടാതെ സെമിനിഫറസ് ട്യൂബ്യൂളിന് പുറത്തായി ട്യൂബ്യൂളുകൾക്കിടയിലുള്ള സ്ഥലത്ത് ചില പ്രത്യേകതരം കോശങ്ങൾ കാണുന്നു. ദേ ആർ കോൾഡ് ഇൻറ്റർസ്റ്റീഷ്യൽ സെൽസ്. ഈ ഇൻറ്റർസ്റ്റീഷ്യൽ സെൽസ് ഒരു പ്രത്യേക തരം ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നു. അവയെ പൊതുവായി പറയുന്ന പേര് ആൻഡ്രോജനുകൾ എന്നാണ്. ആൻഡ്രോജനുകളിൽ തന്നെ പ്രധാനപ്പെട്ടതാണ് ടെസ്റ്റോസ്റ്റിറോൺ. എന്താണ് ആൻഡ്രോജൻസിൻ്റെ ഫങ്ഷൻ? ആൻഡ്രോജൻസ് റെഗുലേറ്റ് ദ ഡെവലപ്മെൻറ്റ്, മെച്ചുറേഷൻ ആൻഡ് ഫങ്ഷൻസ് ഓഫ് മെയിൽ accessory sex organs. Which are the accessory sex organs in male? Epididymis, vas deferens, seminal vesicles, prostate gland, urethra. ആൻഡ്രോജനുകൾ പുരുഷന്മാരിൽ പുരുഷ ലൈംഗിക അനുബന്ധ അവയവങ്ങളായ എപ്പിഡൈഡിമിസ്, ബീജവാഹി, ശുക്ലാശയം, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി, മൂത്രനാളം എന്നിവയുടെ വളർച്ചയ്ക്കും പൂർണ്ണ വികാസത്തിനും ഇവയുടെ പ്രവർത്തനങ്ങൾക്കും സഹായിക്കുന്നു. These hormones also stimulate muscular growth of facial and axillary hair, aggressiveness, low pitch of voice, etc. പേശികളുടെ വളർച്ച, കക്ഷത്തും മുഖത്തുമുള്ള രോമവളർച്ച, ആക്രമണോത്സുകത, ശബ്ദത്തിൻ്റെ താഴ്ന്ന സ്ഥായി എന്നിവയെ നിയന്ത്രിക്കുന്നതിലും ആൻഡ്രോജനുകൾ മുഖ്യ പങ്കുവഹിക്കുന്നു. ആൻഡ്രോജൻസ് play a major stimulatory role in the process of spermatogenesis. Spermatogenesis is the process of formation of sperms. ആൻഡ്രോജനുകൾ ബീജോൽപാദനത്തിൻ്റെ ഉത്തേജനത്തിലും മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. Androgens act on the central neural system and influence the male sexual behavior, which is called libido. ആൻഡ്രോജൻ പ്രധാനമായും കേന്ദ്ര നാഡീവ്യവസ്ഥയിലാണ് പ്രവർത്തിക്കുന്നത്. പുരുഷൻ്റെ ലൈംഗിക സ്വഭാവങ്ങളെ അല്ലെങ്കിൽ ലൈംഗിക പെരുമാറ്റങ്ങളെ നിയന്ത്രിക്കുന്നതും ആൻഡ്രോജനുകളാണ്.
ലിബിഡോ റെഫേഴ്സ് ടു സെക്ഷുവൽ ഡിസയർ. ലൈംഗിക താല്പര്യത്തെയാണ് ലിബിഡോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ദ ഇമോഷൻ ആൻഡ് മെൻ്റൽ എനർജി റിലേറ്റഡ് ടു സെക്സ്. മറ്റൊരു വാക്ക് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ സെക്സ് ഡ്രൈവ്. ഇപ്പോൾ പുരുഷനിലെ സെക്സ് ഡ്രൈവിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതും ആൻഡ്രോജനുകൾ എന്ന ഹോർമോണുകളാണ്. പുരുഷനിൽ പ്രൈമറി സെക്സ് ഓർഗൻസ് ആയ ടെസ്റ്റസ് എങ്ങനെയാണ് ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിട്ട് കൂടി പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നൗ ദ നെക്സ്റ്റ് ഗ്ലാൻഡ് ഇസ് ഓവറി. Females have a pair of ovaries located in the abdomen. Ovary is the primary sex organ which produces one ovum during each menstrual cycle. In addition, ovary also produces two groups of steroid hormones called estrogens and progesterone. സ്ത്രീകളുടെ ശരീരത്തിൽ ഉദരാശയത്തിനകത്തായി ഒരു ജോഡി അണ്ഡാശയങ്ങൾ കാണുന്നു. സ്ത്രീകളിലെ പ്രാഥമിക ലൈംഗിക അവയവമായി പ്രവർത്തിക്കുന്ന അണ്ഡാശയം ഓരോ ആർത്തവ ചക്രത്തിലും ഒരു അണ്ഡം വീതം ഉൽപ്പാദിപ്പിക്കുന്നു. ഇതുകൂടാതെ ഈസ്ട്രജൻ, പ്രൊജസ്റ്ററോൺ എന്നിങ്ങനെ 2 വിഭാഗങ്ങളിൽപ്പെട്ട സ്റ്റീറോയിഡ് ഹോർമോണുകളെയും ഓവറി ഉൽപ്പാദിപ്പിക്കുന്നു. ഓവറി ഈസ് കമ്പോസ്ഡ് ഓഫ് ഒവേറിയൻ ഫോളിക്കിൾസ് ആൻഡ് സ്ട്രോമൽ ടിഷ്യൂസ്. അണ്ഡാശയങ്ങൾ നിർമ്മിതമായിരിക്കുന്നത് ഒവേറിയൻ ഫോളിക്കിൾസ് കൊണ്ടാണ്. ഒവേറിയൻ ഫോളിക്കിൾസ് അണ്ഡാശയ പുടകങ്ങൾ എന്നാണ് പറയുന്നത്. സ്ട്രോമൽ ടിഷ്യൂസും ഓവറിയിൽ അടങ്ങിയിരിക്കുന്നു. ദ ഈസ്ട്രജൻ ഈസ് സിന്തസൈസ്ഡ് ആൻഡ് സെക്രീറ്റഡ് മെയിൻലി ബൈ ദ ഗ്രോയിങ് ഒവേറിയൻ ഫോളിക്കിൾസ്. ഇങ്ങനെ വളരുന്ന ഒവേറിയൻ ഫോളിക്കിൾസ് ആണ് ഈസ്ട്രജൻ എന്ന ഒരു ഹോർമോണിനെ സിന്തസൈസ് ചെയ്യുന്നതും സെക്രീറ്റ് ചെയ്യുന്നതും. ആഫ്റ്റർ ഓവുലേഷൻ, the ruptured follicle is converted to another structure called corpus luteum, which acts as an endocrine gland that secretes a hormone called progesterone. അണ്ഡോത്സർജനത്തിന് ശേഷം ഈ ഫോളിക്കിള്, റപ്ചർ ചെയ്ത ഫോളിക്കിള് മറ്റൊരു സ്ട്രക്ചറായിട്ട് മാറും. ദാറ്റ് ഈസ് കോൾഡ് കോർപ്പസ് ല്യൂട്ടിയം. അവിടെ കോർപ്പസ് ല്യൂട്ടിയം ഒരു അന്തസ്രാവി ഗ്രന്ഥിയുടെ റോളാണ് നിർവഹിക്കുന്നത്. കോർപ്പസ് ല്യൂട്ടിയം സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണിൻ്റെ പേരാണ് പ്രോജസ്റ്ററോൺ. ഈസ്ട്രജൻസ് ആൻഡ് പ്രൊജസ്റ്ററോൺ പെർഫോം ഡെഫിനിറ്റ് ഫങ്ഷൻസ് ഇൻ ദ ബോഡി. Estrogens produce wide-ranging actions such as stimulation of growth and activities of female secondary sex organs, development of growing ovarian follicles, appearance of female secondary sex characters, for example, high pitch of voice, then mammary gland development, etc. ഇപ്പോൾ സ്ത്രീകളുടെ ലൈംഗിക അനുബന്ധ അവയവങ്ങളുടെ വളർച്ച, ശബ്ദത്തിൻ്റെ ഉയർന്ന സ്ഥായി എന്നിവയെ നിയന്ത്രിക്കുന്നത് ഈസ്ട്രജനുകളാണ്. കൂടാതെ ഒവേറിയൻ ഫോളിക്കിൾസിൻ്റെ വളർച്ച, സ്ത്രീകളിലെ ലൈംഗിക സ്വഭാവങ്ങളുടെ നിയന്ത്രണം എന്നിവയിലും ഈസ്ട്രജൻ ഗണ്യമായ പങ്ക് വഹിക്കുന്നുണ്ട്. സ്തനങ്ങളുടെ വളർച്ചയിലും ഈസ്ട്രജന് സ്വാധീനമുണ്ട്. ഈസ്ട്രജൻസ് ഓൾസോ റെഗുലേറ്റ് ഫീമെയിൽ സെക്ഷൽ ബിഹേവിയർ. സ്ത്രീകളിലെ ലൈംഗിക സ്വഭാവത്തെ നിയന്ത്രിക്കുന്നതും ഈസ്ട്രജനാണ്. ദെൻ വാട്ട് ഈസ് ദ റോൾ ഓഫ് പ്രൊജസ്റ്ററോൺ? പ്രൊജസ്റ്ററോൺ സപ്പോർട്ട്സ് pregnancy. Progesterone also acts on the mammary glands and stimulate the formation of alveoli. Alveoli are sac-like structures which store milk, and progesterone augment milk secretion. ഗർഭാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് പ്രൊജസ്റ്ററോൺ. ഈ ഹോർമോണ് സ്തനങ്ങളിൽ പ്രവർത്തിക്കുകയും പാല് ശേഖരിച്ചു വച്ചിരിക്കുന്ന അറകളാണ് ആൽവിയോളുകൾ. ഈ ആൽവിയോളുകൾ രൂപപ്പെടുന്നതിന് സഹായിക്കുകയും പാലുൽപാദനത്തെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു. ഈസ്ട്രജനും പ്രൊജസ്റ്ററോണും 2 വ്യത്യസ്ത ധർമ്മങ്ങളാണ് നിർവഹിക്കുന്നതെങ്കിലും ഇവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു. Now you know about the endocrine glands and their hormones. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവി ഗ്രന്ഥികളെക്കുറിച്ചും അവ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളും അവയുടെ ധർമ്മങ്ങളും നമ്മൾ ഇതുവരെ പഠിച്ചു. As mentioned earlier, hormones are also secreted by some tissues which are not endocrine glands. നമ്മളിപ്പോൾ പറഞ്ഞ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് അല്ലാതെ മറ്റു ചില കലകളും കോശങ്ങളും കൂടി ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. We have already mentioned certain organs like heart, kidney and gastrointestinal tract secrete and release hormones. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. The first one is heart. The atrial wall of our heart secretes a very important peptide hormone called
ANF or atrial natriuretic factor. This hormone decreases blood pressure. When blood pressure is increased, ANF is secreted. ANF causes dilation of blood vessels. Consequently, blood pressure becomes reduced. ഹൃദയത്തിൻ്റെ ഏട്രിയൽ ഭിത്തി ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഹോർമോണാണ് ANF ഓർ ഏട്രിയൽ നേട്രിയുററ്റിക് ഫാക്ടർ. ഈ ഹോർമോൺ പ്രധാനമായും രക്തസമ്മർദ്ദം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. രക്തസമ്മർദ്ദം ക്രമാതീതമായി ഉയരുമ്പോൾ ANF സ്രവിപ്പിക്കപ്പെടുകയും ANF രക്തക്കുഴലുകളെ വികസിപ്പിക്കുകയും ചെയ്യുന്നു. രക്തക്കുഴലുകൾ വികസിക്കുമ്പോൾ അതിലൂടെ ഒഴുകുന്ന രക്തത്തിൻ്റെ മർദ്ദം കുറയുന്നു. ഇങ്ങനെ രക്തക്കുഴലുകൾ വികസിപ്പിച്ചുകൊണ്ട് രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് ANF. ANF is secreted from the atrial wall of heart. Next, kidney. The juxtaglomerular cells of kidney produce a peptide hormone called erythropoietin. Erythropoietin stimulates erythropoiesis. Erythropoiesis is the process of formation of RBCs or red blood cells or erythrocytes. വൃക്കയിലെ ജക്സ്റ്റാഗ്ലോമറുലാർ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പെപ്റ്റൈഡ് ഹോർമോണാണ് എറിത്രോപോയിറ്റിൻ. എറിത്രോപോയിറ്റിൻ്റെ പ്രധാന ധർമ്മം ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തെ സഹായിക്കുന്നു. RBCസിന് എറിത്രോസൈറ്റുകൾ എന്നൊരു പേര് കൂടിയുണ്ട്. അങ്ങനെ എറിത്രോസൈറ്റുകളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് എറിത്രോപോയിറ്റിൻ. വാട്ട് ആർ ജക്സ്റ്റാഗ്ലോമറുലാർ സെൽസ്? തൊട്ട് മുൻപിലെ എക്സ്ക്രീഷൻ എന്ന അധ്യായത്തിൽ നിങ്ങൾ ജക്സ്റ്റാഗ്ലോമറുലാർ അപ്പാരറ്റസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ജക്സ്റ്റാഗ്ലോമറുലാർ സെൽസ് ആർ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മസിൽ സെൽസ് പ്രസൻറ്റ് in the walls of the afferent arterioles that deliver blood to the glomerulus. ഗ്ലോമറുലസിനകത്തേക്ക് രക്തം സപ്ലൈ ചെയ്യുന്ന അഫറൻറ്റ് ആർട്ടീരിയോളിൻ്റെ ഭിത്തിയിൽ കാണുന്ന പ്രത്യേകതരം പേശി കോശങ്ങളാണ് ജക്സ്റ്റാഗ്ലോമറുലാർ സെൽസ്. ജക്സ്റ്റാഗ്ലോമറുലാർ സെൽസാണ് റെനിൻ എന്ന എൻസൈമിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹിയർ ജക്സ്റ്റാഗ്ലോമറുലാർ സെൽസ് പ്രൊഡ്യൂസ് എ ഹോർമോൺ കോൾഡ് എറിത്രോപോയിറ്റിൻ. Gastrointestinal tract. Endocrine cells present in different parts of gastrointestinal tract secrete 4 major peptide hormones, namely gastrin, secretin, cholecystokinin and GIP, gastric inhibitory peptide. അന്നപഥത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള അന്തസ്രാവി കോശങ്ങൾ 4 തരം പ്രധാനപ്പെട്ട പെപ്റ്റൈഡ് ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നു. ഗ്യാസ്ട്രിൻ, സെക്രീറ്റിൻ, കോളിസിസ്റ്റോകൈനിൻ, ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ് എന്നിവയാണ് ആ 4 തരം ഹോർമോണുകൾ. ഇവ ഓരോന്നും നിർവഹിക്കുന്ന ധർമ്മം എന്തൊക്കെയാണെന്ന് നോക്കാം. ഗ്യാസ്ട്രിൻ ആക്ട്സ് ഓൺ ദ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് ആൻഡ് സ്റ്റിമുലേറ്റ്സ് ദ സെക്രീഷൻ ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് പെപ്സിനോജൻ. We have already discussed about hydrochloric acid and pepsinogen in digestion and absorption. ആഹാരത്തിൻ്റെ ദഹനത്തിന് സഹായിക്കുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ്, പെപ്സിനോജൻ തുടങ്ങിയവയെ ഉൽപ്പാദിപ്പിക്കാൻ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോണാണ് ഗ്യാസ്ട്രിൻ. സെക്രീറ്റിൻ ആക്ട്സ് ഓൺ എക്സോക്രൈൻ പാർട്ട് ഓഫ് പാൻക്രിയാസ് ആൻഡ് സ്റ്റിമുലേറ്റ് ദ സെക്രീഷൻ ഓഫ് വാട്ടർ ആൻഡ് ബൈകാർബണേറ്റ് അയോൺസ്. സെക്രീറ്റിൻ പാൻക്രിയാസിൻ്റെ എക്സോക്രൈൻ പാർട്ടിൽ ആക്ട് ചെയ്യുകയും ജലം, ബൈകാർബണേറ്റ് അയോണുകൾ എന്നിവയുടെ ഉൽപ്പാദനത്തെ ഉത്തേജിപ്പിക്കുകയും ചെയ്യും. We know pancreas has an exocrine part and an endocrine part. ഇതിൽ സെക്രീറ്റിൻ പ്രവർത്തിക്കുന്നത് പാൻക്രിയാസിൻ്റെ എക്സോക്രൈൻ പാർട്ടിലാണ്. കോളിസിസ്റ്റോകൈനിൻ ആക്ട്സ് ഓൺ ബോത്ത് പാൻക്രിയാസ് ആൻഡ് ഗാൾ ബ്ലാഡർ. കോളിസിസ്റ്റോകൈനിൻ പാൻക്രിയാസിലും ഗാൾ ബ്ലാഡറിലും പ്രവർത്തിക്കും. പാൻക്രിയാസിൽ നിന്ന് പാൻക്രിയാറ്റിക് എൻസൈംസിനെയും ഗാൾ ബ്ലാഡറിൽ നിന്ന് ബൈൽ ജ്യൂസിനെയും സെക്രീറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് കോളിസിസ്റ്റോകൈനിനാണ്. The 4th hormone is GIP or gastric inhibitory peptide. As the name implies, it inhibits gastric secretion and motility. ഇതൊരു ഇൻഹിബിറ്ററി ഹോർമോണാണ്. ആമാശയരസത്തിൻ്റെ സെക്രീഷനെയും സ്രവണത്തെയും ഒഴുക്കിനെയും തടസ്സപ്പെടുത്തുകയാണ് GIP ചെയ്യുന്നത്. Several other non-endocrine tissues secrete hormones called growth factors. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് അല്ലാതെ തന്നെ ധാരാളം
അന്തസ്രാവി ഗ്രന്ഥികളല്ലാത്ത കോശങ്ങൾ ഹോർമോണുകളെ സെക്രീറ്റ് ചെയ്യുന്നു. ഇവയെ പൊതുവായിട്ട് ഗ്രോത്ത് ഫാക്ടേഴ്സ് എന്നാണ് പറയുന്നത്. ദീസ് ഫാക്ടേഴ്സ് ആർ എസെൻഷ്യൽ ഫോർ ദ നോർമൽ ഗ്രോത്ത് ഓഫ് ടിഷ്യൂസ് ആൻഡ് ദ റിപ്പയറിംഗ് ഓർ റീജനറേഷൻ. കോശങ്ങളുടെ സാധാരണ അല്ലെങ്കിൽ സ്വാഭാവികമായ വളർച്ചയ്ക്കും പുനർനിർമ്മാണത്തിനും കേടുപാടുകൾ പരിഹരിക്കുന്നതിനുമൊക്കെ ഇത്തരം ഗ്രോത്ത് ഫാക്ടേഴ്സ് സഹായിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഗ്രന്ഥികൾ സ്രവിപ്പിക്കുന്ന ഹോർമോൺ ലക്ഷ്യകലകളിൽ പ്രവർത്തിക്കുന്നത്? മെക്കാനിസം ഓഫ് ഹോർമോൺ ആക്ഷൻ. Hormones produce their effects on target tissues by binding to specific proteins called hormone receptors located in the target tissues only. ലക്ഷ്യകലകളിൽ കാണുന്ന ഹോർമോൺ റിസപ്റ്റേഴ്സ് എന്ന പ്രത്യേകതരം മാംസ്യങ്ങളുമായി അല്ലെങ്കിൽ പ്രോട്ടീനുകളുമായി കൂടിച്ചേർന്ന് മാത്രമേ ഹോർമോണുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയൂ. എല്ലാ ഹോർമോണുകളും എല്ലാ കോശങ്ങളിലും എല്ലാ കലകളിലും പ്രവർത്തിക്കില്ല. ഒരു പ്രത്യേക ഹോർമോൺ ഒരു പ്രത്യേക കലയിലാണ് അല്ലെങ്കിൽ കോശത്തിലാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഹോർമോൺ പ്രവർത്തിക്കുന്ന കലകളെ ലക്ഷ്യകലകൾ എന്ന് പറയുന്നു. ഹോർമോൺ റിസപ്റ്റേഴ്സ് കോശങ്ങളിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? Certain hormone receptors present on the cell membrane of the target cells. They are called membrane bound receptors. And certain other hormone receptors are present inside the target cell and are called intracellular receptors. Mostly nuclear receptors. These nuclear receptors are present in the nucleus. Binding of a hormone to its receptor leads to the formation of a hormone receptor complex. നിങ്ങൾ സ്ക്രീനിലേക്ക് ഒന്ന് ശ്രദ്ധിക്കൂ. എങ്ങനെയാണ് ഹോർമോൺ ലക്ഷ്യകലകളിലേക്ക് എത്തിച്ചേരുന്നത് എന്ന് കാണിക്കുന്നുണ്ട്. ടാർഗറ്റ് സെൽസിലെ അല്ലെങ്കിൽ ലക്ഷ്യകോശങ്ങളിലെ കോശസ്തരത്തിൽ കാണുന്ന ഹോർമോൺ ഗ്രാഹികളെ ഹോർമോൺ റിസപ്റ്റേഴ്സിനെ മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റേഴ്സ് എന്ന് പറയും. സ്തരബന്ധിത ഗ്രാഹികൾ എന്ന് പറയും. സ്തരവുമായി കൂടിച്ചേർന്ന് കാണുന്ന റിസപ്റ്റേഴ്സാണ്. ഇനി മറ്റൊരു വിഭാഗം റിസപ്റ്റേഴ്സ് കാണുന്നത് കോശത്തിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയസിനകത്താണ്. ഇവയെ ന്യൂക്ലിയർ ഗ്രാഹികൾ എന്ന് പറയും. ഇത് ന്യൂക്ലിയസിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. കോശാന്തരഗ്രാഹികൾ എന്നും ഇവയെ വിളിക്കാറുണ്ട്. ഹോർമോൺ ഗ്രാഹികളുമായി കൂടിച്ചേർന്ന് ഹോർമോൺ ഗ്രാഹി സംയുക്തം ഉണ്ടാകുന്നു. ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാകുന്നു. ഇപ്പോൾ നമുക്ക് സ്വാഭാവികമായി ഒരു സംശയം തോന്നാം. ശരീരത്തിനകത്ത് ധാരാളം അന്തസ്രാവി ഗ്രന്ഥികളുണ്ട്. ഇവ വ്യത്യസ്തങ്ങളായ ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നു. ഇവയെല്ലാം തന്നെ രക്തത്തിലൂടെ ശരീരത്തിൻ്റെ എല്ലാ കോശങ്ങളിലും കലകളിലും എത്തിച്ചേരുന്നു. എങ്ങനെയാണ് ഇവ പ്രത്യേക കോശങ്ങളെ തിരിച്ചറിയുന്നത്? ഓരോ ഹോർമോണും അതിന് പ്രവർത്തിക്കേണ്ട കലകളെ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ഒരു ഉദാഹരണം, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആക്ട്സ് ഓൺ തൈറോയിഡ് ഗ്ലാൻഡ്. ACTH or adrenocorticotropic hormone acts on adrenal cortex. FSH or follicle stimulating hormone acts on follicles. എങ്ങനെയാണ് വളരെ കൃത്യമായി ഈ ഹോർമോണുകൾ ലക്ഷ്യകലകളെ തിരിച്ചറിയുന്നത്? ഓരോ ഗ്രാഹിയും അതിന് സവിശേഷമായിട്ടുള്ള ഹോർമോണുമായി മാത്രമേ ചേരുകയുള്ളൂ. അങ്ങനെ ചേരുമ്പോൾ മാത്രമാണ് ഹോർമോൺ ഗ്രാഹി സംയുക്തം ഉണ്ടാകുന്നത്. Each receptor is specific to one hormone only. ആൻഡ് ഹെൻസ് റിസപ്റ്റേഴ്സ് ആർ സ്പെസിഫിക്. അപ്പോൾ എല്ലാ ഗ്രാഹികളും ഹോർമോണുമായിട്ട് വളരെ സ്പെസിഫിക് ആണ്. എല്ലാ ഗ്രാഹികളും എല്ലാ ഹോർമോണിനെയും സ്വീകരിക്കില്ല. എല്ലാ ഹോർമോൺസും എല്ലാ ഗ്രാഹികളുമായി പ്രവർത്തിച്ച് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാകുകയുമില്ല. ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഫോർമേഷൻ ലീഡ്സ് ടു സർട്ടൻ ചേഞ്ചസ് ഇൻ ദ ടാർഗറ്റ് ടിഷ്യൂസ്. ബയോകെമിക്കൽ ചേഞ്ചസ് ഇൻ ദ ടാർഗറ്റ് ടിഷ്യൂസ്. ഹോർമോൺ ഗ്രാഹി സംയുക്തം ഉണ്ടാകുന്നത് വഴി ലക്ഷ്യകലകളിൽ ജൈവരാസമാറ്റങ്ങൾ ഉണ്ടാവുകയും ഇങ്ങനെ സഞ്ചിതമാകുന്ന ജൈവരാസ പ്രവർത്തനങ്ങളുടെ ഫലമായി ശരീരത്തിൽ ജീവധർമ്മ പ്രവർത്തനങ്ങളിൽ മാറ്റമുണ്ടാവുകയും ചെയ്യുന്നു. ഇത്തരത്തിലാണ് ഹോർമോണുകൾ ജീവധർമ്മ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. ഇനി എത്ര തരം ഹോർമോണുകളുണ്ട്? എങ്ങനെയാണ് ഈ ഹോർമോണുകളെ വർഗീകരിച്ചിരിക്കുന്നത്? ഓൺ ദ ബേസിസ് ഓഫ് ദെയർ കെമിക്കൽ നേച്ചർ, hormones can be divided into different groups. Let's familiarize some of them. The major groups are 1. Peptide, polypeptide, protein hormones. Peptide, polypeptide, protein ഹോർമോണുകൾ ഇവ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. എക്സാമ്പിൾസ് ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ, പിറ്റ്യൂട്ടറി ഹോർമോൺസ്, ഹൈപ്പോതലാമിക് ഹോർമോൺസ് etc. The second group, steroids. Steroids in example, cortisol,
testosterone, estradiol and progesterone. The third group is iodothyronins. Iodothyronins example നാം കുറച്ച് വിശദമായി പഠിച്ചതാണ്. Example thyroid hormones. Hope you remember triiodothyronin and tetraiodothyronin. They belongs to iodothyronins. The fourth category is amino acid derivatives. അതിന് എക്സാമ്പിൾ എപ്പിനെഫ്രിൻ. ഇപ്പോൾ ഹോർമോണുകളുടെ രാസ സ്വഭാവത്തെ അടിസ്ഥാനമാക്കിയാണ് പെപ്റ്റൈഡ്, പോളിപെപ്റ്റൈഡ്, മാംസ്യ ഹോർമോണുകൾ, സ്റ്റീറോയിഡുകൾ, അയഡോതൈറോണിനുകൾ, അമിനോ ആസിഡ് ഉൽപ്പന്നങ്ങൾ എന്നിങ്ങനെ ഹോർമോണുകളെ തരംതിരിച്ചിരിക്കുന്നത്. മോഡ് ഓഫ് ആക്ഷൻ ഓഫ് ഹോർമോൺ in different target tissue is different. Hormones which interact with membrane bound receptors normally do not enter the target cell, but they generate second messengers. Examples for second messengers: cyclic AMP, inorganic phosphate, calcium ions, etc. Thus they regulate the cellular metabolism with the help of these secondary messengers. സ്തരബന്ധിത ഗ്രാഹികളുമായി പ്രവർത്തിക്കുന്ന ഹോർമോണുകൾ, അതായത് കോശങ്ങളുടെ സ്തരത്തിൽ ഉള്ള ഗ്രാഹികളുമായി പ്രവർത്തിക്കുന്ന ഹോർമോണുകൾ സാധാരണയായി ലക്ഷ്യകോശങ്ങൾക്കുള്ളിലേക്ക് കടക്കുന്നില്ല. പിന്നെ അവ എങ്ങനെയാണ് കോശപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്? അവ ദ്വിതീയ സന്ദേശവാഹകരെ സൃഷ്ടിക്കുന്നു. അങ്ങനെയാണ് കോശത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. സൈക്ലിക് AMP, കാൽഷ്യം അയോൺ തുടങ്ങിയവയൊക്കെ സെക്കൻഡറി മെസ്സഞ്ചേഴ്സിന് ഉദാഹരണമാണ്. സ്ക്രീനിൽ നോക്കൂ. സ്തരബന്ധിത ഗ്രാഹികളുമായി ഹോർമോണിൻ്റെ പ്രവർത്തനം ചിത്രീകരിച്ചിരിക്കുന്നു. നൗ ഹോർമോൺസ് വിച്ച് ഇൻ്ററാക്ട് വിത്ത് ഇൻട്രാസെല്ലുലാർ റിസപ്റ്റേഴ്സ്, ദാറ്റ് ഇസ് സ്റ്റിറോയിഡ് ഹോർമോൺസ് ആൻഡ് അയഡോതൈറോണിൻസ്, they mostly regulate gene expression or chromosome function by the interaction of hormone receptor complex with the genome. അപ്പോൾ ഇൻട്രാസെല്ലുലാർ റിസപ്റ്റേഴ്സുമായിട്ട് കോശത്തിലെ ന്യൂക്ലിയസിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രാഹികളുമായി പ്രവർത്തിക്കുന്ന ഹോർമോണുകൾ ജീനിൻ്റെ പ്രകടനത്തിനും ജീൻ എക്സ്പ്രഷനും ക്രോമസോമിൻ്റെ പ്രവർത്തനങ്ങൾക്കും കാരണമാകുന്നു. അതെങ്ങനെയാണ് സാധ്യമാക്കുന്നത്? ദീസ് ഹോർമോൺ ഇൻ്ററാക്ട്സ് വിത്ത് ദ ജീനോം, ന്യൂക്ലിയസിനുള്ളിലെ ജീനോമുമായി ഇടപെട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മാറ്റം അല്ലെങ്കിൽ ജീനിൻ്റെ പ്രകടനം, ക്രോമസോം ഫംഗ്ഷൻ തുടങ്ങിയവ നിയന്ത്രിക്കുന്നത്. Cumulative biochemical actions result in physiological and developmental effects. ഇത്തരത്തിൽ ഉണ്ടാകുന്ന ജൈവരാസപ്രവർത്തനങ്ങൾ, ജീനോമുമായിട്ട് ഇടപെടുന്നത് വഴി ഉണ്ടാകുന്ന സഞ്ചിതമാകുന്ന പ്രവർത്തനങ്ങൾ ശരീരധർമ്മപരവും വികാസപരവുമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്നു. കഴിഞ്ഞ 4 ക്ലാസ്സുകളിലായി നാം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കോൺസെപ്റ്റ്സിൻ്റെ ഒരു സംക്ഷിപ്തം നോക്കാം. അന്തസ്രാവി വ്യവസ്ഥ, endocrine system. Human endocrine system consists of glands and their secretions. The major endocrine glands located in different parts of human body are hypothalamus, pituitary, thyroid, parathyroid, pineal, thymus, adrenal, gonads. ഈ ഗ്രന്ഥികളൊക്കെ തന്നെ വ്യത്യസ്തങ്ങളായ ഹോർമോൺസിനെ ഉൽപ്പാദിപ്പിക്കുന്നു. ദേ പെർഫോം ഡെഫിനിറ്റ് ഫങ്ഷൻസ് ഇൻ ദ ബോഡി. അതിനെ തുടർന്ന് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് അല്ലാതെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന്, ഉദാഹരണത്തിന് ഹാർട്ട്, കിഡ്നി, ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്ട് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് സെക്രീറ്റ് ചെയ്യപ്പെടുന്ന ഹോർമോൺസിനെ കുറിച്ചും നാം കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കി. ആൻഡ് വി ഡിസ്കസ്ഡ് ദ ആക്ഷൻ ഓഫ് ഹോർമോൺസ്, formation of hormone receptor complex and the effect of hormone in body functions. ഇത്രയും കാര്യങ്ങളാണ് കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ എന്ന അധ്യായത്തിൽ നാം പഠിച്ചത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നാം ഡിസ്കസ് ചെയ്ത പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ഒരു അസൈൻമെൻറ്റ് ചെയ്യാം. ഫൈൻഡ് എക്സാമ്പിൾസ് ഫോർ ദ ഫോളോയിങ് കാറ്റഗറീസ് ഓഫ് ഹോർമോൺസ്: hyperglycemic hormone and hypoglycemic hormone. 2. Hypercalcemic hormone. 3. Gonadotropic hormones. 4. Progestational hormone. 5. Hormones that lowers blood pressure. 6. Androgens and estrogens. Certain practice problems are given at the end of the chapter in your NCERT textbook. ഇപ്പോൾ
ഇവിടെ കാണിച്ച ഈ ചോദ്യം പോലെ കുറച്ച് ചോദ്യങ്ങൾ പരിശീലന പ്രശ്നങ്ങളായിട്ട് നിങ്ങളുടെ പുസ്തകത്തിൽ തന്നിട്ടുണ്ട്. അത്രയും ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും കൂടി നിങ്ങളുടെ സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്തുക. അങ്ങനെ കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ എന്നുള്ള അധ്യായത്തോടു കൂടി ഫസ്റ്റ് ഇയർ സുവോളജി സിലബസ് പ്രകാരമുള്ള പാഠഭാഗം നാം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഓൾ ദ ക്ലാസ്സസ് ടെലികാസ്റ്റഡ് ഇൻ കൈറ്റ് വിക്ടേഴ്സ് ആർ അവൈലബിൾ ഇൻ യൂട്യൂബ്. നിങ്ങൾക്ക് സൗകര്യമുള്ള സമയത്ത്, താല്പര്യമുള്ള സമയത്ത് ക്ലാസ്സുകളൊക്കെ കാണാനുള്ള സൗകര്യമുണ്ട്. കൂടാതെ നിങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങളുടെ അധ്യാപകരുമായി നിരന്തരം സംവദിക്കുന്നുമുണ്ടാകും. ഇവയൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പരീക്ഷയ്ക്ക് വളരെ നന്നായി ആത്മവിശ്വാസത്തോടെ തയ്യാറെടുക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും. എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.